അടിവാരത്തെത്തി. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്ന് നമ്മുടെ പുതിയ ബൈക്കുമായിട്ട് ബാംഗ്ലൂരേക്ക് ട്രിപ്പ് പോവുകയാണ്. എക്സൈറ്റഡ് ആണോ? അപ്പം രണ്ട് കപ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. ഞാനും ബാവയും അതുപോലെ തന്നെ ജയൻ എന്ന് പറയും. നമ്മൾ ഇവിടുന്ന് കൊയിലാണ്ടിയിൽ നിന്ന് ഇറങ്ങുക, അവർ കുന്നമംഗലത്ത് നിന്ന് ഇറങ്ങി നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് മീറ്റ് ചെയ്യുന്നു. താമരശ്ശേരിയിൽ നിന്ന് മീറ്റ് ചെയ്യുന്നു, അവിടെ നേരെ ബാംഗ്ലൂരേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വിശപ്പുള്ളതുകൊണ്ടാണ് കൊയിലാണ്ടി ഒരു ഹോട്ടലിൽ പോയിട്ട് ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തു. നോറേനെ കൂട്ടാൻ വേണ്ടി നമ്മൾ നേരെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ താമരശ്ശേരി ആയിരുന്നു. വണ്ടി എടുത്ത് നേരെ താമരശ്ശേരി പോയി നോറേനെ കാത്തു വന്നു. അപ്പം നമ്മളെല്ലാ സ്ഥലത്തും പോയിട്ട് ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം അടിവാരത്തെത്തി. ഇപ്പം നോറയും ജയനും കാത്തു നിൽക്കുകയാണ്. താമരശ്ശേരിയിൽ നിന്ന് അവിടെ ചായ കുടിക്കാൻ സ്ഥലമില്ലാതെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടെടുത്ത് അടിവാരത്ത് ഇവിടെ നമ്മൾ ഹോൾഡ് ആയിട്ടുള്ളതാണ്. പിന്നെ അവരിപ്പോൾ വരും, നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം. അല്ല, മുന്നിലെ വെക്കല്. അപ്പൊ നമുക്ക് യാത്ര തിരിച്ചാലോ? യാത്ര തുടങ്ങാലോ. കമോൺ. നമ്മൾ പെട്ടെന്നിട്ട പ്ലാൻ ആയതിനെ കൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഗ്ലൗസോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വയനാട് കയറിയപ്പോൾ ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റുന്നില്ല. അധികം ഭാഗ്യത്തിനൊരു കട കണ്ടു രാവിലെ തന്നെ. വേഗം പോയി അവിടെ നിന്ന് സോക്സും കിട്ടുന്ന തണുപ്പ് മാറ്റാനുള്ള എന്തൊക്കെ കിട്ടും അതെല്ലാം നമ്മൾ വാങ്ങി. തണുപ്പുണ്ടോ നോറ? തണുപ്പുണ്ടോ? നമ്മളെ വ്യത്യാസമാണ് നോക്കണ്ടത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. പണ്ടൊക്കെയുള്ള കോലം ഇവിടെ കാണുന്നു, ഇപ്പൊ ഉള്ള കോലം മണാലിയിലെത്തിയ കോലാണ്. തണുപ്പ് കാരണം ഞാനും ഗ്ലൗസ് ഒക്കെ വാങ്ങി. നമുക്ക് വണ്ടി എടുക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ സ്ഥിരമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ബ്രാൻഡാണ് അഗാരോ. അഗാരോയുടെ പുതിയൊരു വെറൈറ്റി പ്രോഡക്റ്റ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അഗാരോ ഗ്രാൻഡ് വാക്യൂം ക്ലീനർ, അതും ബെഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ബെഡ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്, പില്ലോ, ബെഡ്ഷീറ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മൾ ആ ബെഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വൈബ്രേറ്റ് ചെയ്തിട്ട് എല്ലാ ഡസ്റ്റും കാര്യങ്ങളും ഇത് സക്ക് ചെയ്തെടുത്തിട്ട് ക്ലീൻ ആക്കുന്നതാണ്. ഇതൊരു ഡ്രൈ വാക്യൂം ക്ലീനറാണ്. അതുപോലെ തന്നെ സൈക്ലോണിക് സക്ഷൻ സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 12K PA സക്ഷൻ പവർ ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ 1 year വാറന്റി അഗോറ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഫ്രണ്ടിൽ LED ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പവർ കോഡ് 5 മീറ്റർ ആണ് ഉള്ളത്. അപ്പം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയേണ്ട, അഗോറന്റെ നല്ലതാണ്. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അഗോറന്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മളെ വീഡിയോസോടെ ഇപ്പം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാതും ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം മൊത്തം എത്തിയപ്പോൾ ഒന്നും കൂടി സൈഡാക്കി. നമ്മൾ ഏകദേശം 4-5 സ്ഥലത്ത് സൈഡാക്കിട്ടോ, കാരണം ഭയങ്കര തണുപ്പ്. അത് കഴിഞ്ഞിട്ട് നോറയ്ക്ക് ഒരു റീൽ എടുക്കാൻ വേണ്ടി നമ്മളിതാ മുത്തങ്ങ എക്സൈസ് ഓഫീസ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് സൈഡാക്കിയതാണ്. അയ്യോ, ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ സൂര്യൻ ഉണ്ടായിട്ടും ഭയങ്കര തണുപ്പ്. എന്തായാലും നമുക്ക് ഇവരുടെ റീലിലെ ബിഹൈൻഡ് ദ സീൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് ആ ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് നല്ല പൊറോട്ടയും ലിവറും ഞാനും നോറയും കഴിച്ചു. വാവയും ജയും പേടിച്ചിട്ട് വെജിറ്റബിളേ കഴിച്ചിട്ടുള്ളൂ. വാവ പുട്ടും ചായ കുടിച്ചിട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും രാവിലെ തന്നെ നല്ല ഫുഡ് കഴിച്ച് നേരെ ഗുണ്ടൽപേട്ട് പോയി സൂര്യകാന്തിൻ്റെ അടുത്ത് നിന്ന് നല്ല കുറേ വീഡിയോസും ഷോർട്സും എല്ലാം എടുത്തു. വീഡിയോ എടുക്കലാണ് ഈ ഒരു ഇതിൻ്റെ മെയിൻ അജണ്ട. പ്ലാനൊക്കെ മാറി. നമ്മൾ ഇപ്പം മൈസൂർ എത്തിയതാ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ഇവർ രണ്ടുപേരും സൈഡാന്ന് പറഞ്ഞ് നമ്മൾ വളരെ നല്ല കപ്പിൾസ് ആയിട്ടുള്ള നമ്മൾ ബസ് ഇവർക്ക് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. പക്ഷെ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോൾ ഇവർക്ക് കുറച്ച് ഉഷാർ വന്നിട്ടുണ്ട്. കഴിച്ചാൽ മതി ക്ഷീണം വന്നോ. അപ്പോൾ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു ബസ് കയറി നമ്മൾ ഇവരെ ബാംഗ്ലൂരേക്ക് വിടുകയാണ്. അപ്പോൾ ഇവരെ നമ്മളിതാ ഇവിടുന്ന് ബസ് കയറ്റി വിട്ടിട്ടുണ്ട്. 2 റൈഡേഴ്സ് ആണ്, പക്ഷെ ബസ്സിലാണ് റൈഡ് ചെയ്യുന്നതെന്നുള്ളൂ. റൈഡേഴ്സ് നമ്മൾ രണ്ടുപേരും കൂടി കാർ ബൈക്ക് പോവാണ്. എന്തായാലും ഞങ്ങളൊന്നും പേടിക്കണ്ട, അവിടെ എത്തും. അവിടുന്ന് നമ്മൾ
വളരെ പതുക്കെ പോകുള്ളൂ, പേടിക്കണ്ട. അപ്പം ഇവിടെ ഭയങ്കര കൂളുള്ള AC ആണ്. നമ്മളെക്കാട്ടി എത്രയോ മുന്നേ ഇവർ ഇവിടെ എത്തിയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നോറ, ബസ് അടിപൊളി ബസ്സാണ്. നമ്മൾ വളരെ മെല്ലെ പതുക്കെ ഓടിച്ചു വന്നു. പക്ഷെ ഇവർ ബസ്സിൽ വന്നതിൻ്റെ കാരണം ഇവർ ഉറങ്ങിയിട്ടില്ല പാവങ്ങൾ. അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ബസ്സിൽ വിട്ടത്. ഇനി നമ്മളെ പ്ലാന് റൂം എടുക്കണം, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് രാത്രി കറങ്ങണം. എന്തായാലും റെസ്റ്റ് വേണ്ട. അപ്പം നമ്മളപ്പോൾ ബാംഗ്ലൂർ ഡയറക്റ്റ് കറങ്ങാൻ പോവുക. അപ്പം നമ്മൾ റൂമിലെത്തി. ഇവിടെ ഒരു എയർ വെച്ചിട്ട് എന്തൊരു ആപ്പില് നമ്മൾ മണവാളം ബുക്ക് ചെയ്ത് തന്നാണ്. അപ്പോൾ ഒരു വീട് ആണ് 3 BHK. അപ്പോൾ അവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് ബാക്കി നാളെ കാണാം. നാളെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കറങ്ങുന്നത്, എന്തായാലും ബാക്കി നാളെ കാണാം. അപ്പം നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി. ഇന്ന് നമ്മൾ വൈകുന്നേരമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആദ്യം നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആൾ കഴിച്ചോ, സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഇവിടുന്നൊന്നും വേണ്ട. അപ്പം നമ്മൾ ബാംഗ്ലൂർ ഫേമസ് വെജ് ഹോട്ടലായിട്ടുള്ള ഇത് നമ്മൾ ഇന്നലെ ഷോപ്പ് ചെയ്ത് കാണിച്ചില്ല, അന്നേരം വാങ്ങിയതാണ്. ഞാനും പുതിയ ജീൻസ് വാങ്ങിയിട്ടുണ്ട്. താവുന്നില്ല ക്യാമറ. അപ്പം നമ്മൾ രാമേശ്വരം കഫേയിൽ വന്നാണ്. അവിടുത്തെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്തത്. ബാംഗ്ലൂർ വന്നാൽ അധികം ആൾക്കാർ ഈ ഒരു ഹോട്ടലിൽ പോകുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ഒരുപാട് ഡിഷസ് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ ഓർഡർ ചെയ്തു, എല്ലാവരും എല്ലാം കഴിച്ചു. കഴിച്ച അടിപൊളി ഫുഡ് കിട്ടും. ഇനി നമ്മൾ അടുത്തത് കോർമംഗളിലേക്ക് പോവാണ്. കാരണം ബാംഗ്ലൂരിൻ്റെ മെയിൻ സിറ്റി കോർമംഗലാണല്ലോ. രാത്രി അവിടുത്തെ വൈബ് പിടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നേരെ പബ്ബിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ പാർട്ടി കഴിഞ്ഞ് റൂമിൽ വന്നു, കിടന്നുറങ്ങി. ഇന്നിതാ പിറ്റേന്ന് രാവിലെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇതാ നമ്മളെടുത്ത റൂം ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വലിയൊരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയാൻ പറ്റും. ഒരു 3 തട്ട് വീട്. ഇതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് റൂം എടുക്കുന്നതിൽ ലാഭമാണ്. കാരണം ഇവിടെ Airbnb എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതെടുക്കുമ്പം ഒരു താഴത്തൊരു റൂം മാത്രം വീട് എന്ന് വെച്ചാൽ 3 റൂം, ഒരു ഹോള്, ഒരു കിച്ചൺ എല്ലാം കൂടി എടുക്കുക ഒരു 3000 രൂപേൻ്റെ അടുത്തായിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാര്യമായി തോന്നി. സാധാരണ ചെറിയ റൂമിന് തന്നെ ഇവിടെ 2000-3000 കൊടുക്കണം. അപ്പം നമ്മളിതാ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് സങ്കടം ഉണ്ടാ ആക്ക് വേഗം. സാധാരണ ബാംഗ്ലൂർ വന്നാൽ കുറേ നേരം നിൽക്കണം, പക്ഷെ ഇത്തവണ വേഗം പോണം എന്ന് പറഞ്ഞിട്ട് അബ്ലൂസ് ഇങ്ങനെ ആയിരുന്നു അമ്മ എന്ന് വിളിച്ച് ഇതാക്കുന്നുണ്ട്, വേഗം പാന്ന്. അപ്പം എന്തായാലും നമുക്ക് പോവാം. ആദ്യം ഭക്ഷണം കഴിക്കണം. വിശക്കൊന്നും പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എന്തായാലും വീടെത്തുന്ന വരെ ഈ വ്ളോഗ് ഉണ്ടാവും. തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ മീൽസ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറൈറ്റി എന്ന് വെച്ചാൽ മീൽസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ തീരെയാണ്. ബാക്കി എടുക്കാനുള്ള മടി കൊണ്ട് എടുത്തില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.